പോക്കും കാറിലെന്നാക്കാം. ഇന്റർനാഷണൽ കമ്പനി ഗഫൂറാണ്. ആ ഗഫൂറല്ലേ? ആടാ കള്ള ഗഫൂർ. ആ മനസ്സിലായി. ഓക്കെ. ഞാനേ എടാ വീട്ടിൽ നിന്ന് ഒരു 10-70 പവൻ്റെ സ്വർണ്ണവും 40,000 കളവ് പോയിരുന്നു. അപ്പോൾ ഞാൻ പോലീസ് സ്റ്റേഷനിൽ മൊത്തം ഞാൻ കംപ്ലൈൻറ്റ് കൊടുത്ത്. പക്ഷെ ഒന്നും നടന്നില്ല. പക്ഷെ എന്നെ ഏൽപ്പിച്ചാൽ അത് കിട്ടും എന്നുള്ളൊരു ഉറപ്പുണ്ട്. ഈ ഒന്ന് നോക്കോ, അങ്ങോട്ട് കഴിയണ രീതിയിൽ 20% ആണ് ഞാൻ എന്തായാലും തരും. ആ ഞാനങ്ങനെ ആപ്പ കൂപ്പ ഇതേ തറവാട്ട് പേരല്ല, അത് ഞങ്ങൾ അധോലോക കള്ളന്മാർക്കുള്ള ഒരു പേരാണ് ഇന്റർനാഷണൽ. അങ്ങനെ പണ്ടും പണം ഞാൻ കക്കലില്ല. ഞാൻ വലിയ ഹൈപ്പ് സാധനങ്ങളെ കക്കലുള്ളൂ. ഈ ലാപ്ടോപ്പ്, ആഡംബര കാറുകൾ, മറ്റേ ഫോണുകൾ, മൊബൈൽ ഫോണുകൾ, ഐഫോൺ, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഞാൻ കക്കലുള്ളൂ. പക്ഷേ വന്നിപ്പം പോലീസുകാരെ പണിയെടുക്കുക കള്ളന്മാർ ചെയ്യേണ്ട ഒരു അവസ്ഥ. വീട് കൊല്ല കായായിട്ട് എന്തെങ്കിലും തടയാതിരിക്കില്ല. അന്നാ ചാവി ഒക്കെ തുറന്നിട്ടുകയാണല്ലോ, വെറുതെ മെനക്കടന്നത്. അതുകൊണ്ട് ബാങ്കിന്റെ ലോണിന്റെ പേപ്പറാണല്ലോ ഇത്. പക്ഷെ ഇവിടെ കാര്യമായിട്ടൊന്നും ഇല്ലല്ലോ. ഇവിടെ വേറൊന്നുമില്ല, ഈ വീടും പറമ്പും കഷ്ടപ്പാട് മാത്രം. നാണക്കേട്. എന്നാ പിന്നെ എനിക്ക് ആത്മഹത്യ ചെയ്തൂടോ? ആഗ്രഹമില്ലാഞ്ഞിട്ടല്ല, വിലക്കയറ്റം കാരണം കയ്യിൽ വിഷം വാങ്ങാൻ ഒരു പൈസ ഇല്ല. നമ്മളെ സർക്കാരിനാട്ടി കഷ്ടമാണല്ലോടാ എൻ്റെ കാര്യം. പിന്നെ ഈ ഗഫൂർ ഒരു വീട്ടിൽ കയറി ചെന്നിട്ടുണ്ടെങ്കിൽ അവിടുന്ന് കക്കാതെ പോയ ചരിത്രമേ ഇല്ല. ആ പുറത്ത് കിടക്കുന്ന മുന്തിയ കാറുണ്ടല്ലോ, അത് ഞാനോട് കൊണ്ടുപോവുക. അത് നടക്കൂല. 3 മാസമായി അത് നിർത്തിയിട്ടിട്ട്. പെട്രോൾ അടിക്കാൻ പൈസ ഇല്ലായിട്ടാണ്. എന്ത്? അപ്പൊ നിങ്ങളെ കയ്യിൽ പെട്രോൾ അടിക്കാനുള്ള പൈസ പോലും ഇല്ലേ? അതുണ്ടായിരുന്നെങ്കിൽ ഞാൻ എന്നോ ഈ വണ്ടി കൊണ്ടുപോയി കൊക്കേ ചാടി മരിച്ചേനെ. എന്നാലും ഒരു കാര്യം ചെയ്യും, ആ വീടും പൂട്ടിയിട്ട് എൻ്റെ കൂടെ പോരി. എനിക്ക് അതൊരു പട്ടിണി എടുക്കേണ്ടി വരില്ല. കാരണം ജയിലിൽ 3 നേരം നല്ല ഭക്ഷണം. ആ ചെട്ടിയാരി മോളെയും വീട്ടിൽ നിന്ന് ഇറക്കിയിട്ട് നീയല്ലടാ. നിന്റെ കാല് വെട്ടിയെടുക്കാനാണ് എനിക്ക് ഓർഡർ ഇട്ടാ കൊട്ടേഷൻ ഇട്ടാ ഞാൻ വന്നത്. വെട്ടിയാൻ മുറിയുന്ന കാലാണെങ്കിൽ വാടാ നായ. ഇനി എൻ്റെ ചെട്ടാരിയും പിള്ളേരും ദേഹത്തൊരു തരി മണ്ണ് നുള്ളിയിട്ടാലുണ്ടല്ലോ, എൻ്റെ 2 കൈയും കാലും അല്ല ഞാൻ വിട്ട, തല ഞാൻ വെട്ടും. ഓർത്തച്ചോ.